യുവാക്കളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ സുരഭിലമായ ഒരു സമയമാണ് യൗവനവും ടീനേജും. എന്നാൽ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ ടീനേജേഴ്സ് മനസ്സിലാക്കുന്നു എന്നുള്ളതിൽ സംശയമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന വളരെ മനോഹരമായ സമയം. എന്നാൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ദൈവിക ദാനമായ ആ മഹത്തായ വർഷങ്ങൾ, മഹത്തായ ദിനങ്ങൾ വളരെ ഗൗരവത്തോടെ നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ വളരെ മനോഹരമായ ആ സമയം വളരെ ഗൗരവത്തോടെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ലക്ഷ്യബോധം ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം യുവാക്കൾക്കും ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ നിശ്ചയമായും ഒരു ലക്ഷ്യബോധം ജീവിതത്തിൻ്റെ അനിവാര്യതയാണ്. നമുക്ക് ഉള്ള കഴിവുകൾ അത് പരിപോഷിച്ച്, അത് വർദ്ധിപ്പിച്ച്, ജീവിതത്തിൽ നമ്മുടെ ടാലൻറ്റുകൾ ഉപയോഗിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യം. ടീനേജും യൗവനവും വളരെ വേഗം പോകും, വേഗം കടന്നു പോകും. എന്നാൽ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിന് അതിന് അർത്ഥം നൽകുന്നത് നമ്മുടെ ടീനേജും നമ്മുടെ യൗവനവും എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന വളരെ മഹത്തായ ഒരു സമയമാണ് ടീനേജും യൗവനവും എന്ന് പറയുന്നത്. വളരെ ഉത്സാഹം നമ്മൾ ഏത് കാര്യത്തിലും പ്രകടിപ്പിക്കേണ്ടുന്ന സമയം, വളരെ ഊർജം നമുക്ക് ഉള്ള ഒരു സമയം. ആ സമയം വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് വിനിയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്നുള്ളത് അത്രേ സത്യം. എന്നാൽ അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം എന്നുള്ളതാണ് സത്യം. നാം എല്ലാവരും വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വിജയത്തിലേക്കുള്ള നമ്മുടെ ശ്രമങ്ങളിൽ, വിജയം വരിക്കുവാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ പരാജയങ്ങളിൽ തളർന്നു പോകരുത് എന്നുള്ളതാണ് സത്യം. ഏബ്രഹാം ലിങ്കൺ ഇങ്ങനെ പറഞ്ഞു, സക്സസ് ഈസ് മൂവിങ് ഫ്രം ഫെയിലുവർ ടു ഫെയിലുവർ വിതൗട്ട് ലോസ് ഓഫ് എന്തൂസിയാസം. വിജയം, യഥാർത്ഥ വിജയം എന്ന് പറയുന്നത് ഉത്സാഹം നഷ്ടപ്പെടാതെ പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് സഞ്ചരിക്കലാണ്. പരാജയപ്പെടുമ്പോൾ, തിരിച്ചടികൾ നേരിടുമ്പോൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, വെൻ ഐ വിൻ ഐ വിൻ, വെൻ ഐ ലൂസ് ഐ ലേൺ, നെവർ 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 ഗീവ് അപ്പ്. പരാജയപ്പെടുമ്പോൾ ഒരിക്കലും പിന്മാറിപ്പോകരുത്. മറിച്ച് പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. ദിനങ്ങൾ വളരെ വേഗം കടന്നു പോകും, വർഷങ്ങൾ വളരെ വേഗം കടന്നു പോകും. ഓരോ മണിക്കൂറുകളും, ഓരോ ദിനങ്ങളും, ഓരോ വർഷവും നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ. സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. കിട്ടുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വിനിയോഗിക്കുക എന്നുള്ളതിലാണ് വലിയ കാര്യം. നാം ഇന്ന് നമ്മുടെ ദിനങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ഭാവി, നാം എന്തായിത്തീരും എന്നുള്ളത് ഇന്ന് നമ്മൾ നമ്മുടെ ദിനങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. വളരെ കൺസ്ട്രക്റ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ജീവിപ്പാൻ കഴിയട്ടെ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. നിരാശ നമ്മെ ബാധിക്കാതെ വളരെ പോസിറ്റീവായിട്ട്, നമ്മുടെ കുറവുകളെക്കുറിച്ച് ഒരുപാട് ധ്യാനിച്ച് നമ്മുടെ സമയം പാഴാക്കാതെ, നമുക്കുള്ള കഴിവുകൾ അത് വളരെ പോസിറ്റീവായിട്ട് വിനിയോഗിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. ഇന്ന് ഒരുപാട് ടീനേജേഴ്സ്, ഒരുപാട് യുവാക്കൾ
വല്ലാത്ത മറ്റ് ഭ്രമങ്ങളിൽപ്പെട്ട് തങ്ങളുടെ ദൈവദത്തമായ ജീവിതം നശിപ്പിക്കുന്നത് നമ്മൾ കാണുന്നു വളരെ വ്യസനത്തോടെ. വാഹനം ഓടിച്ച് അപകടങ്ങളിൽപ്പെടുന്ന, ലൈസൻസ് പോലുമില്ലാതെ വാഹനം ഓടിച്ച് അപകടങ്ങളിൽപ്പെടുന്ന ഒരുപാട് യുവാക്കളെ നമ്മൾ കാണുന്നു. സ്പീഡ് ത്രിൽസ് ബാഡ് കിൽസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ വളരെ മിതത്വം ഈ കാര്യങ്ങളിലൊക്കെ പാലിച്ച് മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാര്യം ഇങ്ങനെയുള്ള ഭ്രമങ്ങളെക്കാൾ ഉപരി നമ്മുടെ ജീവിതമാണ് വലുത്. നമുക്ക് മുന്നോട്ട് വലിയൊരു ജീവിതം ശേഷിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് യുവാക്കൾക്ക് ഉണ്ടാവണം. മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും ഒക്കെ അടിമയായി ജീവിതം ഇങ്ങനെ താൽക്കാലിക ഭ്രമങ്ങളിൽപ്പെട്ട് നശിപ്പിക്കുന്ന ഒരുപാട് യുവാക്കളെ നമ്മൾ കാണുന്നു. വളരെ വ്യസനകരമാണ്. ഒരു വലിയ ജീവിതം നമുക്ക് മുന്നിൽ, ദൈവദത്തമായ ഒരു ജീവിതം ഉണ്ട്. അത് ഇങ്ങനെയുള്ള താൽക്കാലിക രസങ്ങളിൽ ഭ്രമിച്ച് നശിപ്പിക്കുവാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. നമുക്ക് ദൈവം നൽകിയ ജീവിതം ദൈവദത്തമായ വളരെ അനുഗ്രഹകരമായ ജീവിതം, അത് വളരെ മനോഹരമായി അത് ജീവിച്ചു തീർക്കുവാൻ നമുക്ക് കഴിയട്ടെ. ബഷീർ ഇങ്ങനെ പറഞ്ഞു, അനന്തമായ പ്രാർത്ഥനയാണ് ജീവിതം. തിരുവചനവും ബൈബിളും ഒക്കെ പറയുന്നത് അതുതന്നെയാണ്. നമ്മുടെ ജീവിതം വളരെ അർത്ഥവത്തായി, വളരെ ഗൗരവത്തോടെ ജീവിച്ചു തീർക്കണം എന്നുള്ളതാണ് ദൈവവും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനെല്ലാ യുവാക്കൾക്കും ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.